എല്ലാവർക്കും അൽ റെസിപ്പി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മൈക്രോഗ്രീൻ ഗാർഡനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മൈക്രോഗ്രീൻ ഗാർഡനിങ് ഇന്ന് എല്ലാവരും പല രീതിക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിവിടെ ബേസ് ആയിട്ടൊരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു തുണി വിരിച്ചിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത് മുളപ്പിച്ച പയറാണ്. തലേ ദിവസം നമുക്ക് രാത്രി വെള്ളത്തിലിട്ട പയറാണ്. നമ്മൾ ഈ വിരിച്ചിട്ട തുണിയിലേക്ക് നന്നായിട്ട് വെള്ളം എല്ലായിടവും പറ്റുന്ന രീതിക്ക് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മുളപ്പിച്ച പയർ അതിലേക്ക് വിതറുക. ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കാർഡ്ബോർഡ് അവൈലബിൾ ആയതുകൊണ്ട് അതിലെടുത്തുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റൂട്ട്സ് അടിയിലോട്ട് വളരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ട് പയർ ഇടാൻ പാടില്ല. ഇനി നമുക്ക് വേറൊരു തുണി എടുത്തിട്ട് വെള്ളം നന്നായിട്ട് അതിൽ സ്പ്രേ ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുക്കാം നന്നായിട്ട്. അതിനുശേഷം അതിലിച്ചിരി വെള്ളം ഉണ്ടായിരിക്കും, അതിനെ നമുക്ക് കവർ ചെയ്തിടാം. ഇതിലേക്ക് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഈ തുണി മാറ്റുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചെയ്തത് പയറാണ്. അതുപോലെ മല്ലി, ഗ്രീൻ പീസ്, കടുക്, അതുപോലെ ഏതൊരു വിത്ത് നമുക്കിതുപോലെ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഉലുവയാണ്. പയർ നമ്മൾ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ഇതും ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്നത് ഗ്രീൻ പീസ് മുളപ്പിച്ചതാണ്. ഇതൊരു 6-7 ദിവസം വെച്ചേക്കുമ്പോൾ തന്നെ നമുക്ക് പാചകം ചെയ്യാനുള്ള പരുവത്തിന് കിട്ടും. ഡെയിലി 4 നേരമെങ്കിലും നമ്മളിതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് ആയിട്ട് ഇട്ടേക്കുന്ന തുണി ഡ്രൈ ആവാൻ പാടില്ല. 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ പാകത്തിന് കിട്ടും. അതിനുശേഷം ആ തുണി കാർഡ്ബോർഡിൽ നിന്ന് എടുക്കുക. ഇനി ഇത് നമുക്ക് വേരോടുകൂടി തന്നെ നുള്ളിയെടുക്കാം. ഇതുപോലെ ഇത് നമുക്ക് തോരൻ വെക്കാം. അതുപോലെ തന്നെ കടുക് താളിക്കുമ്പോഴൊക്കെ കറിവേപ്പില പോലെ ഇടാവുന്നതാണ് ഇതിൻ്റെ ഇല. മണ്ണില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ റൂട്ടും നമുക്ക് പാചകം ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പോഷക സമൃദ്ധമായ ഒന്നുമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.